നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് കാണാം. ഇന്ന് ക്ലാസ് എന്ന് പറഞ്ഞാൽ ശരിയായ ക്ലാസ് പഠിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിരുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് അവരെ പഠിപ്പിച്ചിട്ടാണ് സാധാരണ എടുക്കുക. ഇന്ന് അങ്ങനെയല്ല, നേരിട്ടങ്ങ് എടുത്തു. പിന്നെ ഇടയ്ക്ക് ഒന്ന് പഠിപ്പിച്ചിട്ട് എടുക്കേണ്ടി വന്നു, കാരണം പെട്ടെന്ന് അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് കണ്ടു നോക്കും. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളവർ നമുക്ക് ഇന്ന് നമ്മൾ സാധാരണ നമ്മൾ എപ്പോഴും ചെയ്യണം, കുറച്ച് നേരം ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ അതിൽ ഒരുവിധം പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ എപ്പോഴും ഇടാറ് അല്ലേ. നമുക്ക് പക്ഷെ ഇന്ന് അങ്ങനെയാണ്. നമ്മളെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ട് എത്ര നേരം കൊണ്ടാണ് നമ്മളൊരു ഇത് ഇടുന്നതെന്ന് കാണണ്ടേ, ആൾക്ക് അറിയണമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് ഫസ്റ്റ് തുടക്കം മുതലിടുക. നമ്മൾ എങ്ങനെയാണ് പഠിക്കണേന്ന് നമ്മുടെ ഫോളോവേഴ്സ് കണ്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. റെഡി, നമുക്ക് നിൽക്കാം. നമ്മൾ ഹൈറ്റ് അനുസരിച്ചൊന്ന് നിന്നോളൂ. എല്ലാവരെയും കിട്ടണുണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഇന്നിപ്പോ നമ്മള് ഒരു പുതിയ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഞാൻ മാറിയതുള്ളൂ. ഇപ്പൊ തൽക്കാലം സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തന്നിട്ട് നമുക്ക് ചെയ്യുമ്പോൾ റബ്ബ് ചെയ്തേക്കാം. അപ്പോൾ ഈ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്സ് തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ വലത് കാല്, ഇതാണ് വലത് കാല്. അപ്പൊ ഈ വലത് കാല് മുമ്പോട്ട് എടുത്ത് വെച്ചപ്പോ 1 എന്ന് പറയുമ്പോ തന്നെ ഈ 1 വെച്ചപ്പോ 2 മുട്ടും കൂടെ മടക്കി. അപ്പൊ നമ്മുടെ 1 ദൂരെയല്ല, ഈ 2 മുട്ടും അടുത്തടുത്ത് കണ്ടോ, ഇങ്ങനെ അടുത്തടുത്ത് വരണം. 1 താഴ്ന്നു, 2 ഉയർന്നു. അപ്പൊ 1 2 അത് മാത്രം ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കൂ. 1 2 ഒന്നുകൂടെ 1 2 അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പൊ 1 2 3 4 എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. 1 നന്നായിട്ട് തളർന്നു, 2 നിവർന്നു, 3 ഇവിടെ വെച്ചു, 4 ഇവിടെ വെച്ചു. മനസ്സിലായോ? 4 പ്രാവശ്യം ചെയ്യാം. 1 2 3 4. ഇനി നമ്മൾ അടുത്ത കാല് വയ്ക്കുകയാണ്. 5 6 7 8 മനസ്സിലായിരിക്കുന്നു. 5 നന്നായിട്ട് താഴുക, 6 2 മുട്ട് മടക്കി കൊടുക്കുക, 7 8 2 മുട്ട് മടക്കി കൊടുക്കുക. മനസ്സിലായോ? പിടിയോ? 5 മനസ്സിലായി. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ നോക്കിയാൽ ഇത് തൊട്ട് ചെയ്യാം. 1 2 3 4 അല്ലെ. ഇതിന് 5 6 7 8 അതാണ്. 3 അടുത്തതായാലാണോ വയ്ക്കേണ്ടത്? 1 2 3 4 ചോദിച്ചതന്നെ. അപ്പൊ നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുമ്പോൾ വലുതാണോ ഇടതാണോ സംശയം സ്വാഭാവികമായിട്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടെ ചെയ്യാം. വലത് കാലി വെച്ചു, 1 നമ്മൾ മടക്കി, 2 നിവർന്നു, 3 ഈ കാലം തന്നെ വെച്ചു, ഇടത് കാലം തന്നെ വെച്ചു, 3 4. ഓക്കെ, സംശയം 1 2 3 4. അപ്പൊ എവിടെ നിന്ന് നോക്കുമ്പോ അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഓപ്പോസിറ്റ് സൈഡ് നോക്കി ചെയ്യരുത്. ഓപ്പോസിറ്റ് സൈഡ് നോക്കി ചെയ്യുമ്പോൾ നമുക്ക് വലതാണോ ഇടതാണോ സംശയം വരും. തൊട്ടടുത്ത് നിൽക്കുന്നവരുടെ ചെയ്താൽ കുഴപ്പമില്ല. 1 2 3 4. ഇനി 5 താഴ്ന്നു, 6 നന്നായിട്ട് താഴ്ന്നു, 7 8 താഴ്ന്നു. സംശയമുണ്ടോ? മനസ്സിലായി? എല്ലാവർക്കും ചെയ്തോളൂ. 1 2 3 4 5 6 കാണാം, 7 8 വീണ്ടും 1 2 3 തിരിച്ചു പോവാം നമ്മള്, 4 5 6 തിരിച്ചു വീണ്ടും 7 8. അപ്പൊ 2 ഇങ്ങോട്ട് വന്നു, തിരിച്ച് 2 ഇങ്ങോട്ട് വന്നു. അപ്പൊ നമ്മള് 7 8 വരെ ഇവിടെ ഒന്ന് നിൽക്കുകയാണ് അല്ലേ. അത് മാത്രം ഒന്നുകൂടി ചെയ്യാം. 1 താഴ്ന്നു, 2 നിവർന്നു, 3 മനസ്സിലായോ, 4
വീണ്ടും അതേ കാലം തന്നെ വലത് കാലം തന്നെ 5 6 നന്നായിട്ട് താഴ്ന്നു 7 8 നന്നായിട്ട് ഇനി നമ്മുടെ ഇടത് കാല് പുറത്തോട്ടിരിക്കുകയാണ് 1 2 പുറകിൽ വെച്ചു വലത് കാല് 3 ഇടത് കാല് 4 വീണ്ടും 5 വലത് കാല് 6 7 8 മനസ്സിലായോ? ഒന്ന് ചെയ്ത് നോക്കട്ടെ 1 2 3 4 5 6 നന്നായിട്ട് പുറകിൽ കാലിച്ച് താരണം 7 നേരെ 7 നേരെ 7 8 ആണ് താഴേണ്ടത് അല്ലേ? സംശയമുണ്ടോ? അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് ചെയ്ത് നോക്കാം 2 3 4 5 6 7 8 അങ്ങോട്ട് 1 2 3 4 ഇങ്ങോട്ട് 5 6 7 8 സംശയമില്ല അല്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1 എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇടതുകാലം നേരെ മുമ്പിലാണ് 1 വെക്കുന്നത് മനസ്സിലായോ? അപ്പൊ 1 അപ്പൊ നമ്മൾ താണു അപ്പൊ ഈ കാലം അനക്കുന്നില്ല ഈ ഇടതുകാലം നേരെ മുമ്പിൽ വലതുകാലം കൊണ്ട് വെച്ചിട്ട് 1 2 നിവരല് മാത്രമേ ഉള്ളൂ കാലെടുത്ത് വെക്കുന്നില്ല അപ്പൊ ചെയ്തോളൂ 1 2 ആ കാലം അനക്കാൻ പാടില്ല നമ്മൾ 1 2 നിവർന്നു 3 കൊടുത്തു ഒന്നുകൂടെ 1 2 3 4 5 6 7 8 ഇങ്ങോട്ട് തന്നെയാണല്ലോ അങ്ങോട്ടാണ് 8 വരെ നമ്മൾ ഇങ്ങോട്ട് തന്നെ വരും ഒന്നുകൂടെ 1 നന്നായിട്ട് അതെ നമ്മുടെ കാല് നമ്മളിങ്ങനെ നിൽക്കുമല്ലേ നേരെ പറയും മുമ്പ് കൊണ്ടേക്ക് 1 2 നിവർന്നു 3 4 അതാണ് 5 6 7 8 ഇനി അങ്ങോട്ട് പോകുമ്പോൾ 1 2 3 4 തിരിച്ചിങ്ങോട്ട് 5 6 7 8 ഇത്രയേ ഉള്ളൂ സംശയമുണ്ടോ? ചെയ്ത് നോക്കണമില്ലേ? വേണ്ട അടുത്ത ആള് 1 നേരെ ഈ കാലിന്റെ നേരെ മുകളിലേക്ക് 1 താഴ്ന്നു 2 നിവർന്ന് 3 4 അവിടെ ചവിട്ടിയിട്ടാണ് 4 ഇനി 5 6 7 8 അങ്ങോട്ട് 1 2 3 4 ഇങ്ങോട്ട് 5 6 7 8 ഒന്ന് 1 2 3 4 അല്ല 3 4 1 2 3 സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ നെളിഞ്ഞ് നിൽക്കാൻ പാടില്ല 3 4 താഴ്ന്നു നിൽക്കണം എപ്പോഴും ഒന്നുകൂടെ 1 2 3 താഴട്ടെ 4 നന്നായിട്ട് താഴണം 5 4 അവിടെ തന്നെ ചവിട്ടണം അപ്പം തന്നെ ചവിട്ടണം ഒരു പ്രാവശ്യം 1 നേരെ 2 നിവർന്ന് 3 ഇപ്പത്തോട്ട് 4 ആക്കാൻ ചവിട്ടി ഇനി 5 താഴട്ടെ 6 നന്നായിട്ട് താഴണം 7 ഇങ്ങോട്ട് 8 ഇനി ആ കാലം കൊണ്ട് 1 താഴട്ടെ 2 3 താഴണം 4 ഇങ്ങോട്ടാണ് ഇനി ഇങ്ങോട്ടാണ് 5 6 7 8 അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്തു എന്നറിയാമോ? വെറുതെ ഇങ്ങനെ വെച്ചു അങ്ങനെ വെക്കരുത് 1 എല്ലാം താഴണം അങ്ങനെ കൃത്യം പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ 3 4 ചവിട്ടിയില്ലേ 5 6 നന്നായിട്ട് താഴ്ന്നു 7 താഴ്ന്നു 8 നന്നായിട്ട് താഴ്ന്നു മനസ്സിലായോ? എല്ലാം താഴണം പക്ഷെ ആ രണ്ടാമത് പുറകിൽ വെക്കുന്നത് കുറച്ച് കൂടുതൽ താഴ്ന്നു മനസ്സിലായോ? സംശയമുണ്ടോ? കുറേ സംശയം അല്ല വേണ്ട അവർ 1 2 നിവർന്ന് 3 4 5 ഇങ്ങോട്ടാണ് 5 ചവിട്ടിയിട്ട് ഈ കാലം 5 6 പുറകിൽ 7 8 താണം ഞാൻ അങ്ങോട്ട് 1 നന്നായി താണം 2 3 താണം 4 ഇങ്ങോട്ട് 5 6 7 8 അവിടെ പറഞ്ഞ സംഭവം തന്നെ ഇവിടെ വന്നു അതായത് നമ്മൾ 4 5 അവിടെ താഴണം കുറച്ച് താഴണം നമ്മൾ നന്നായിട്ട് താഴണ്ട പക്ഷെ കുറച്ച് 5 അല്ല 6 7
8. രണ്ടാമത്തെ നന്നായിട്ട് താഴണം, മറ്റേത് ചെറുതായിട്ട് താഴത്തുള്ളത് 5 6 7 8 അങ്ങനെ താഴണം. അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പിന് രണ്ടാം താഴണം, പക്ഷെ രണ്ടാമത് കുറേ വയ്ക്കുന്ന കുറച്ച് കൂടുതൽ താഴണം. ഒന്ന് കുറച്ച് മനസ്സിലായ എല്ലാവർക്കും എന്താണെന്ന്? 1 2 3 കുറച്ച് വെച്ച് 4. ഇനി ഈ കാലം താഴട്ടെ 5. ഈ കാര്യം കൂടി ചവിട്ടണം. 5 ചവിട്ടിയിട്ടാണ് 5 താഴണം കുറച്ച്. 6 നന്നായിട്ട്. അതെ 7 8. ഇനി അങ്ങോട്ട് 1 2 3 4. ഇങ്ങോട്ടാണ് 5 6 7 8. അത് മനസ്സിലായില്ല. കറക്റ്റ് സ്റ്റെപ്പ് കറക്റ്റ് ചെയ്തു. പുറകിൽ വെക്കണേ കറക്റ്റാണ്, പക്ഷെ നമ്മുടെ ഈ മുമ്പിലുള്ളത് താഴ്ന്നു കൊടുക്കണം. ഒന്നും കൂടെ ഞാൻ ചെയ്തു തരാം, നോക്കിക്കോളൂ. 1 കണ്ടോ, മുമ്പേ നേരെ വെച്ചു. 1 2 കാണാമോ? 3 കണ്ടോ, 3 താഴ്ന്നു നമ്മൾ. 4 താഴ്ന്നു. അടുത്തത് 5 താഴ്ന്നു. 6 നന്നായിട്ട് താഴ്ന്നു. 7 താഴ്ന്നു. 8 നന്നായിട്ട് താഴ്ന്നു. വീണ്ടും 1 താഴ്ന്നു. 2 നന്നായിട്ട് താഴ്ന്നു. 3 കണ്ടോ, 4 5 6 7 8. എല്ലാം താഴണം. പക്ഷെ രണ്ടാമത് കുറച്ച് കൂടുതൽ താഴണം. അത്രയും 1 2 3 അതന്നെ 4 അല്ല 4 അപ്പം ചേർക്കണം. ഒന്ന് കുറച്ച് 1 2 3 4 താഴണം. 5 താഴണം. 6 നന്നായിട്ട് താഴണം. 7 താഴണം. 8 നന്നായിട്ട്. ഇനി അങ്ങോട്ട് 1 2 3 4 തിരിച്ചുകൊണ്ട് 5 6 7 8. കുഴപ്പമില്ല. അടുത്ത ആൾ വരും. അടുത്ത ആരെ ചെയ്യാൻ പോണേ? എക്സസൈസ് വരും. One, 2 3 താഴണം. 3 കുഴപ്പം ചെയ്തോളൂ, ശരിയാവും. 1 താഴട്ടെ. 1 നന്നായിട്ട് താഴട്ടെ. 2 നിവർന്നു. 3 വീണ്ടും താഴ്ന്നു കൊടുക്കണം. 4 നന്നായിട്ട് താഴ്ന്ന പുറകിലാണ്. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. 5 ചോട്ട് 5 ഇടാം. 6 നന്നായിട്ട് താഴണം. 7 ഇങ്ങോട്ട്. 8 ഇനി അങ്ങോട്ട്. 1 2 3. അത് നിങ്ങൾ നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്സിന് ഇത് നേരെ രണ്ടാമത് താഴ്ന്ന് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെ വന്നുകൊണ്ട് ആരും ചേർന്ന് ഇത് തന്നെ ഒന്ന് ചെയ്യാം. എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ? ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ചെയ്തോളൂ. ചെയ്തോളൂ. 1 2 3 4 5 6 7 8 1 2 ഇങ്ങോട്ടാണ് 3 4 5 ഇങ്ങോട്ടാണ് 6 7 8. ചെറിയൊരു സംശയം വന്നു. ചെറിയൊരു സംശയമാണ്. നമുക്ക് തീർത്ത് തരാം. ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ചെയ്യാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? പ്രാവശ്യം ചെയ്ത് നോക്കാം. ശരി. എന്ത് ചേച്ചി? എന്ത് ചേച്ചി? ഉറങ്ങുന്നോ? നമുക്ക് ചെയ്ത് നോക്കാം. ഓട്ടോമാറ്റിക്ക് റെഡിയാണ്. ചെയ്തോളാം. 1 2 3 4 പോട്ടെ. 5 താഴട്ടെ. 6 7 8. ഇങ്ങോട്ടാണ് 1 2 അവിടെ 3 4 തിരിച്ചിങ്ങോട്ട് 5 6 7 8. തിരക്കിടില്ല. ഒരു ഇത് നന്നായിട്ട് ചെയ്തു അല്ലേ? ശരി. നമുക്ക് ഒന്നും കൂടെ നമുക്ക് പിന്നെ ചെയ്ത് നോക്കാം അല്ലേ? ശരി. എനിക്ക് പെട്ടെന്ന് ചെയ്യാം. അത് കുഴപ്പമില്ല. നമ്മള് അതല്ല ഇപ്പൊ ഞാൻ ചെയ്യുന്ന നോക്കി അതുപോലെ ചെയ്താൽ മതി. 1 കണ്ടോ 2 അല്ലേ? അപ്പൊ നമ്മൾ 1 നന്നായിട്ട് താഴ്ന്നു. 2 3 4 മനസ്സിലായോ? ഇതാ
5 ഒരു കൈയാണ് 6 ഓക്കെ 7 8 അവിടെ ഒന്നുമില്ല ഇവിടെ എടുത്തേക്ക് വെക്കുന്നേ ഉള്ളൂ 1 2 3 4 5 6 7 8 1 2 അപ്പൊ 1 എടുക്കുമ്പോഴേ കുറച്ചുകൂടെ 1 കുറച്ചുകൂടെ അത്രയും പോകണം 1 2 3 4 അങ്ങോട്ട് പോട്ടെ 5 6 അതെ 7 8 ഇനി അങ്ങോട്ടാണ് 1 2 3 4 5 കുഴപ്പമില്ല 6 7 8 സംശയമുണ്ടോ ഇല്ലല്ലോ നോക്കട്ടെ ശരി അടുത്ത ആരോ വരട്ടെ 1 2 കാല് വളരെ ദൂരെ പോകരുത് അടുത്ത് വരണം ഒന്നുകൂടെ 1 കുറച്ചുകൂടെ പോകാൻ മതി കാണില്ല അല്ലെങ്കിൽ 1 2 3 4 5 6 രണ്ട് കൈയാണ് 7 8 ഞാൻ 1 2 3 4 5 6 7 8 ചെറിയ സംശയം വന്നോ അതാകെ മനസ്സിലായി നമുക്ക് തനിയെ മനസ്സിലാക്കണം നമ്മുടെ തെറ്റ് നമ്മൾ തനിയെ മനസ്സിലാക്കിയ ഏറ്റവും നല്ല ലക്ഷണം അതാണ് കാരണം തനിയെ തന്നെ പറഞ്ഞു താഴ്ന്നിരുന്നു ഓക്കെ ശരിയാണ് താഴ്ന്നിരുന്നു 1 2 3 അപ്പോൾ ചെയ്തോളൂ 1 2 3 4 5 6 7 8 1 2 നന്നായിട്ട് കാണണം 3 4 5 6 7 8 മനസ്സിലായിട്ട് സംശയമില്ലല്ലോ അടുത്ത ആരാ വരുന്നത് ഞാനായിട്ട് ആരെയും വിളിക്കുന്നില്ല നിങ്ങൾ വരും ഓരോരുത്തരായിട്ട് ചെയ്തോ 1 കാലധികം അടുത്ത് 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 അതെല്ലാം ആ മിസ്റ്റേക്ക് മനസ്സിലായോ എന്തായിരുന്നു മിസ്റ്റേക്ക് കൈ ഇങ്ങനെ വന്നു അങ്ങനെ കുറച്ച് ദൂരം വരണേ ഒന്ന് വിളിച്ചതോ കുറച്ച് സെൻറ്ററിൽ ചെയ്തോ 1 അല്ല ഇങ്ങനെ എടുക്കരുത് ഇങ്ങനെ എടുക്കരുത് പതുക്കതാ 1 പതുക്കെ എടുക്കാൻ മതി ചെയ്തോ കറക്റ്റ് അടിച്ചതോ 1 2 നിവരണം 3 നിവരുമ്പോൾ കൈ ഇങ്ങോട്ടായി 1 2 ഒന്ന് അതെ അതെ ഒന്ന് കുറിച്ച് 1 2 കറക്റ്റ് 3 4 5 ചവിട്ടിട്ട് 6 പറയുകയാണ് 7 കൈ ദൂരെയാണ് 8 കൈ ഒന്നിരുമ്പോൾ ഒന്ന് വെക്കരുത് കുറച്ച് ദൂരം വെച്ചോളണം ഇനി അങ്ങോട്ട് അത് പറയട്ടെ 1 2 3 4 ഇങ്ങോട്ടാണ് 5 6 7 8 ഇടയ്ക്ക് ഇങ്ങനെയായി പോകുന്നു ഇടയ്ക്ക് നമ്മൾ ഇത് ആകരുത് ഇതുവരെ തന്നെ കൈ പിടിക്കണം കേട്ടോ എന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കണ്ട ദൂരെ കൈ പിടിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പിടിക്കണ്ട ഒതുക്കി കൈ പിടിക്കാൻ പാടുള്ളൂ അതറിയാതെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കുറിച്ച് ചെയ്തോളൂ 1 2 3 4 5 6 7 8 എന്തൊരു പിടിക്കണം 1 2 3 4 5 6 7 8 6ഉം 8ഉം നന്നായിട്ട് താഴണം കേട്ടോ കുഴപ്പമില്ല ചെയ്തു കുറച്ചുകൂടെ താഴ്ന്ന് ചെയ്യണമെന്ന് വരും ഇനി അടുത്ത ആരാ വരാൻ പോണത് വന്നു റെഡി 1 2 കാല ദൂരെ പോകരുത് അടുത്ത് വരാം 1
2 3 4 ഒരു കൈ ഒന്ന് കുറച്ച് കാലിങ്ങനെ ദൂരെ പോകണ്ട അടുത്ത് വരണം ഒന്ന് കുറച്ച് ചെയ്തു 1 2 വരുമ്പോൾ തിരിച്ചു വരണേ ഒന്നുകൂടെ 1 2 അതാണ് 3 4 5 6 രണ്ടുകൈയും 7 8 1 2 ഒരു കൈ രണ്ട് കൈ അവിടെ രണ്ട് കൈ കൊടുത്തു ഒന്ന് കുറച്ച് 1 2 3 4 അല്ല 4 അവിടെ ഒന്ന് കുറച്ച് കുഴപ്പം ചെയ്ത് 1 2 3 4 5 6 രണ്ട് കൈയാണ് 7 8 നന്നായിട്ട് തരണം കുറേ വയ്ക്കുമ്പോൾ കാല് വീട്ട് നന്നായിട്ട് തരണം ഇനി കൊണ്ട് 1 ഒരു കൈയാണ് 2 3 4 അവിടെ 5 6 7 ഒരു കൈയാണ് 8 അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ആ കൈയാണ് ആദ്യം എടുക്കേണ്ടത് മനസ്സിലായോ ഒരു കൈ അതാണ് ഒരു പ്രാവശ്യം ചെയ്യണം ചൂട് സെൻട്രൽ ഏറ്റവും പറയും പോകണ്ട ചെയ്തോളൂ 1 2 3 4 5 രണ്ടുകൈയും 6 നല്ലതാണ് 7 രണ്ടുകൈയും 8 ഇനി ഇങ്ങോട്ട് ഒരു കൈ 1 രണ്ട് കൈ 2 3 രണ്ട് കൈ ഒരു കൈ 4 ഞാൻ കൂടെ 5 6 7 8 കൈ ശ്രദ്ധിക്കണം കൈ ഓർക്കാതെ രണ്ട് കൈ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നു ഇടയ്ക്ക് ഒരു കൈ ചെയ്യുന്നു അത് ശ്രദ്ധിക്കണം കേട്ടോ സംശയങ്ങളെ വേറെ ചെയ്ത് നോക്കണോ ഓക്കെ അടുത്ത വരെ പോലെ നമ്മൾ പഠിക്കുമ്പോൾ 1 2 3 കാരണം 4 5 6 7 8 ഇനി കൊണ്ട് 1 2 3 4 5 6 7 8 മനസ്സിലായല്ലോ അല്ലേ എന്നാലും കുറച്ചുകൂടെ ചെയ്യാം കറക്റ്റാണ് കിട്ടുന്നത് ചെയ്തില്ല കുറച്ചുകൂടെ ചെയ്യാം 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ശരിയാണ് കൈ ഇങ്ങനെ ചേർത്ത് വെക്കുന്നത് കുറച്ച് ദൂരെ വെക്കണം ബാക്കിയെല്ലാം കറക്റ്റാണ് ഇനി ആരും ചെയ്യുന്നില്ലല്ലേ ഓക്കെ അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഒരുവിധം അത്ര ഗംഭീരമായിട്ട് മനസ്സിലായല്ലോ എന്ന് എനിക്കറിയാം ഒരുവിധം മനസ്സിലായി നമുക്കൊന്ന് ചേർത്ത് ചെയ്യാം എല്ലാവരും മനസ്സിലായി ഒറ്റയ്ക്ക് ചെയ്തു ഇനി നമുക്കൊരു കണക്ഷൻ ഉണ്ടാകുന്നത് നന്നായിട്ട് ചെയ്തോളൂ റെഡി ഓക്കെ 1 2 3 4 5 അവിടെ 6 7 8 ഇനി ഇവിടെ 1 ചെറിയ കാര്യം 2 തലചരിക്കരുത് 3 4 5 6 7 8 നമ്മള് ഞാൻ എപ്പോഴും പറയുന്നതാണ് തിരുവാതിരയ്ക്ക് നമുക്ക് ഒരു അഭിനയവും എന്താണ് ഇങ്ങനെ തല ചരിക്കാൻ പാടില്ല ഇങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ നേരെ ചെയ്യാം പക്ഷെ നന്നായിട്ട് ചിരിച്ച് മുഖത്തെപ്പോൾ പ്രസന്നത വേണം അത് വേണം ഇപ്പം നമ്മൾ പാടുന്നത് ചിലപ്പോൾ ഭയങ്കര ഒറ്റക്കടിയില്ല നമ്മൾ നടത്തിയ ദമയന്തിയുടെ പാടിയപ്പോൾ എന്താണ് അല്ലേ കലി വന്ന് ഇതൊക്കെ മറ്റേ വേടൻ അപ്പോഴും നമ്മൾ എന്താ ചെയ്യണത് നമ്മൾ ചിരിച്ചോണ്ടാ ചെയ്യണത് അത് നമ്മൾ അയ്യോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല തിരുവാതിരയ്ക്ക് നമുക്ക് അഭിനയമില്ലല്ലോ പക്ഷെ നന്നായിട്ട് നമ്മൾ ഒലഞ്ഞ് ചെയ്യണം അപ്പോഴേ തിരുവാതിര സ്ത്രീകളുടെ ഇല്ലേ അപ്പൊ നമ്മൾ ഒലഞ്ഞ് തന്നെ ചെയ്യണം മുഖത്തെപ്പോഴും സന്തോഷമായിരിക്കണം ആ ഒരു ഭാവത്തോട് വേണം ചിലപ്പോൾ പ്രാവശ്യം നമുക്ക് ചെയ്യാം റെഡി തല ചരിക്കേണ്ട ശരീരം അനാവശ്യമായിട്ട് വെറുതെ ചരിക്കരുത് നമ്മുടെ കൈയും കാലും പോകുന്നതിനനുസരിച്ച് പൊടി വന്നോളൂ റെഡി എവിടെ എവിടെ ഓ അല്ല നമ്മളല്ല എന്തെങ്കിലും എന്റെ തല മാത്രമായിട്ട് കാണും അതുകൊണ്ടാണ് ഞാൻ മാറിയത് ചെയ്തോളൂ
കാണുന്നുണ്ടോ? എല്ലാവരും കിട്ടുന്നുണ്ടോ? ആ ചെയ്തോളൂ. ആ 1 2 3 4 5 6 7 8 1 2 3 4 ഒരു കൈയാണ് 5 ഒരു കൈ 6 രണ്ട് കൈയും 7 8 ശരിയാണല്ലോ. അപ്പോൾ നമ്മൾ നിൽക്കുമ്പോഴേ ഇങ്ങനെ നിൽക്കരുത്, ഇങ്ങനെ നിൽക്കാൻ പാടില്ല. നമ്മൾ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. മനസ്സിലായോ? നമ്മൾ നിൽക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ നിൽക്കരുത്. അങ്ങനെ നിന്ന ഭംഗിയുണ്ടോ കാണാനായിട്ട്? നമ്മൾ ഇങ്ങനെ നിൽക്കരുത്. ഇത്രയേ ഉള്ളൂ. പക്ഷെ നന്നായിട്ട് താഴ്ന്നു നിൽക്കണം. ഒന്നുകൂടി ചെയ്യാം. ആ റെഡി? ചെയ്തോളൂ. 1 താഴണം, 2 3 താഴട്ടെ, 4 5 6 നന്നായിട്ട് താഴണം, 7 8 രണ്ട് കൈ നന്നായിട്ട് താഴണം. ഞാൻ 1 2 താഴണം, 3 4 5 6 7 8 സംശയമുണ്ടോ? ഇല്ലല്ലോ, നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? ശരി, ഇന്നത്തെ ക്ലാസ് തിരക്കേടില്ലാതെയൊക്കെ ചെയ്ത് എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായി. ഇന്നത്തെ ക്ലാസ് നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.